ദൈവത്തിന് മഹത്വം. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം എല്ലാവരും, ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ദൈവവചനം അനുസരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവരാണെന്ന് എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇത് സത്യമാണോ എന്ന് നമ്മളും തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. എനിക്കും കൂടെ വേണ്ടി തന്നെയാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നതിന് മുമ്പ് കൊടുത്ത ഒരു പ്രധാന നിർദ്ദേശം, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് കൊടുത്ത കൽപ്പന പ്രകാരം ഇന്ന് നമ്മൾ ആ ദൈവ കൽപ്പനകൾ പ്രമാണിക്കാൻ തക്ക തരത്തിലാണോ നമ്മുടെ ഉപദേശവും നമ്മുടെ പ്രവൃത്തിയും ആയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ വിഷയമായിട്ട് കുറച്ച് വിഷയങ്ങൾ പ്രത്യേകം അതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനമായിട്ട് ഞാനത് പറയാം. ആദ്യമായിട്ട് ശബത്ത്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയതിന് ശേഷം സൃഷ്ടികർത്താവായ ദൈവം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ദിവസത്തെയാണ് പിന്നീട് മോശയുടെ കാലത്ത് സീനായ് പർവ്വതത്തിൽ വച്ച് തൻ്റെ മക്കളോട് അത് കൽപ്പനയായിട്ട് വിളിച്ച് പറയുമ്പോൾ ആ 10 കൽപ്പനയിൽ ഉൾപ്പെടുത്തി ഈ ശബത്തിനെക്കുറിച്ചും താൻ അവരോട് ആജ്ഞാപിക്കുകയുണ്ടായി. 7-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ശബത്താണെന്നും അന്ന് ഒരു വേലയും ചെയ്യരുതെന്നും ആജ്ഞാപിച്ച് ആ ദിവസത്തെ ശുദ്ധീകരിച്ചു. ഇത് പഴയ നിയമത്തിലെ പ്രധാന പ്രവാചകന്മാരെല്ലാവരും ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ 56 6-ാം അധ്യായത്തിൽ 4-7 വരെ, 58 13 14, യിരെമ്യാ പ്രവചനം 17-ൻ്റെ 21 മുതൽ 27, യെഹെസ്കേൽ പ്രവചനം 20-ൻ്റെ 11 തൊട്ട്. അതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പുതിയ നിയമത്തിൽ ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പഠിപ്പിക്കലും അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 അനുസരിച്ച് ശബത്ത് ദിവസങ്ങളിലാണ് കർത്താവ് പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വചനം വായിച്ചത്. അവിടെ ചെന്ന് വചനം പറഞ്ഞത് അത് ശബത്ത് ദിവസങ്ങളിലായിരുന്നു. ഇനി മത്തായി 12-ൻ്റെ 1 തൊട്ട് വായിക്കുമ്പോൾ പരീശന്മാർ കർത്താവിൻ്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്നതിനെക്കുറിച്ച് ആക്ഷേപിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ കാര്യം മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണെന്നുള്ളതാണ്. അതുമാത്രവുമല്ല, യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നും കൂടെ ഒരു വാക്കും കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് സഹായം അല്ലെങ്കിൽ നന്മ ചെയ്യുവാനുള്ള ദിവസമാണ് ശബത്ത്.
അതാണ് കർത്താവ് അവിടെ അടിവരയിട്ട് പറയുവാനിടയായത്. അത് പല ദൃഷ്ടാന്തങ്ങളാൽ നമ്മളെ അത് പഠിപ്പിക്കുകയും ചെയ്ത്. ഇത് തന്നെയാണ് പഴയ നിയമത്തിലും പറഞ്ഞിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 4:7 നോക്കിയാൽ കയീൻ തെറ്റിപ്പോകുന്നതിന് മുമ്പേ ദൈവം കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ലഭിക്കുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ നന്മ പ്രവൃത്തിക്ക് വേണ്ടിയായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ നന്മ പ്രവൃത്തി ബാക്കിയുള്ളവർ അനുഭവിക്കണം നമ്മളിലൂടെ. അതാണ് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാന പ്രമാണം പുതിയ നിയമത്തിൽ വന്നപ്പോഴും കർത്താവ് അടിവരയിട്ട് പറയുന്നത്. ഇനി അപ്പോസ്തലന്മാർ ഇത് ആചരിച്ചിട്ടില്ല എന്ന് ഒരു വാദവുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18:4 നോക്കിയാൽ ശബത്ത് തോറുമാണ് അവർ പള്ളിയിൽ പോയിരുന്ന് ഈ കർത്താവിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് സംവാദിച്ചത്. അപ്പോൾ അവരും ശബത്ത് ദിവസം പോയിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ 2:16-20 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് വച്ചാണ് അവർ ഈ ശബത്തിനെ ഒഴിവാക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത് ശബത്തിനെ ഒഴിവാക്കിക്കൊണ്ടല്ല, ശബത്തിൽ കടന്നുകൂടിയ അനേകം മാനുഷകൽപ്പനകളുണ്ടായിരുന്നു. കർത്താവും അതിനെ എതിർത്തു. അതുപോലെ തന്നെയാണ് ശിഷ്യന്മാരും ആ മാനുഷിക അതിനകത്ത് കൂടിയ ദൈവകൽപ്പനയിലകത്ത് കടന്നുകൂടിയ മാനുഷിക കൽപ്പനകളെയാണ് കർത്താവ് എതിർത്തത്. ഇനി ഒരു വാദം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ കൂടി വന്ന ഒരു സംഭവം, യുത്തിക്കോസിൻ്റെ ആ വീഴ്ചയുടെ കാര്യമൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ദിവസം അവരുടെ പ്രവൃത്തി ദിവസമായിരുന്നു. അവരുടെ പ്രവൃത്തി ജോലികൾ കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് വന്ന്, അതെല്ലാം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വന്ന് അപ്പം നുറുക്കി ദൈവവചനം പ്രഘോഷിച്ചതാണ്. അത് എല്ലാ ദിവസവും അവർ നടത്തുമായിരുന്നു. അതിന് പ്രത്യേക ദിവസവും ഒന്നുമില്ല. ആ ദിവസം സന്ധ്യയ്ക്ക് തുടങ്ങിയത് അപ്പോസ്തലൻ പ്രസംഗം നീട്ടി പോയപ്പോൾ അത് പാതിരാത്രി കഴിഞ്ഞ് പുലരും വരോളമായി. അങ്ങനെയാണ് യുത്തിക്കോസ് അവിടെ ഉറങ്ങി വീണത്. അല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത് പാതിരാത്രിയല്ല. അത് ഇപ്പോൾ ഒരു ടീമുണ്ട്, അതിൻ്റെ ടീമുണ്ട്, അത് വേറെ ടീമാണ്. പാതിരാത്രി പ്രത്യേക വേഷം ധരിച്ച് അവരുടെ ദൈവത്തിനെ അവർ ആരാധിക്കുന്നത്. ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് അത് വേറെ രീതിയാണ്. അത് ദൈവം കൽപ്പിച്ച പ്രകാരം തന്നെയാണ്. ഇനി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രധാന ഒരു കൽപ്പന, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, അത് സൗജന്യമായി തന്നെ കൊടുപ്പിൻ എന്നുള്ളതായിരുന്നു. അവിടെ തന്നെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ഈ കൂലി കൊടുക്കേണ്ടത് ആരുടെ ജോലിയാണോ ചെയ്യുന്നത്, ആരാണോ അവർ ഈ ജോലിക്ക് നിയോഗിച്ചത്, അവരാണ്. നമ്മൾ ഒരു ഉദ്യോഗം വഹിക്കുമ്പോൾ നമ്മൾ അപ്പോയിൻ്റ് ചെയ്ത അതോറിറ്റി, അത് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, ഒരു പ്രൈവറ്റ് സ്വകാര്യ മേഖലയിൽ നിന്നാണ് അവരാണ് നമുക്ക് ശമ്പളം തരുന്നത്. നമ്മളെ നിയോഗിക്കാതെ നമ്മൾ ആ ഓഫീസിൽ പോയിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിൽ നടത്തിയിട്ടോ വന്നാൽ നമുക്ക് ശമ്പളം കിട്ടുക. അപ്പോൾ ആദ്യം നമ്മളെ തിരഞ്ഞെടുത്തവൻ അവിടെ നമ്മളെ അപ്പോയിൻ്റ് ചെയ്യണം, നമ്മളെ അതിനായി നിയോഗിക്കണം. നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വമെല്ലാം നമ്മളെ നിയോഗിച്ച ആ സ്ഥാനത്തിൻ്റെ കീഴിൽ വരും. ആ സ്ഥാനം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഇനി അങ്ങനെ പറഞ്ഞയച്ച ശിഷ്യന്മാർ മടങ്ങി വന്നവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ എന്നും ചോദിച്ചു. നിങ്ങൾ മടിശീലയും പൊക്കണയും ഒന്നുമില്ലാതെ പോയപ്പോഴും എന്തെങ്കിലും കുറവുണ്ടായെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒരു കുറവുണ്ടായില്ല. അതാണ് അവരയച്ചവൻ്റെ വിശ്വസ്തത. ഇനി 1 കൊരിന്ത്യർ 9:9 വരുമ്പോൾ ഒരു സ്ഥലത്ത് സുവിശേഷം
അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ 4 സുവിശേഷവും പരിശോധിക്കുമ്പോൾ ഈ 4 സുവിശേഷത്തിലും കർത്താവ് അങ്ങനെ പറഞ്ഞതായിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദൈവാലയ കർമ്മങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ അതുകൊണ്ട് ഉപജീവിക്കണം. യാഗപീഠത്തിലെ ശുശ്രൂഷക്കാരായിരിക്കുന്നവർ അത് കൊണ്ട് ഉപയോഗിക്കണം. ഇത് പഴയ നിയമത്തിലെ വ്യവസ്ഥയാണ്. അതിന് വേണ്ടി അവരെ നിയമിച്ചിരുന്നു. അവർക്ക് മറ്റൊരു ജോലിക്കും മറ്റൊരു അധ്വാനത്തിനും പുറത്തിറങ്ങുവാനോ മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുവാനോ അവകാശമില്ല. അവർക്ക് കൊടുത്തിരുന്ന അവകാശമാണ്. അതിനെയാണ് കർത്താവ് പറഞ്ഞത്. അഥവാ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാനിതൊന്നും പ്രയോഗിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അതിനേക്കാളും മരിക്കുക തന്നെ എനിക്ക് നല്ലത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാം, ഇത് വാങ്ങാൻ പാടില്ല. പ്രതിഫലം വാങ്ങാതെ സൗജന്യമായിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ അപ്പോസ്തലൻ കർത്താവിനെ ലംഘിക്കുന്ന ആളല്ല, കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്ന ആളാണ്. ഇത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 2 തൊട്ട് 15 വരെ ഒന്ന് വായിച്ചാലും മതി. ഏത് പൊട്ടനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത്ര വ്യക്തമായിട്ട് അപ്പോസ്തലൻ അവിടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് തന്നെ എഴുതിപ്പിച്ചതാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ അവിടെ അടിവരയിട്ടാണ് അപ്പോസ്തലൻ പറയുന്നു, ഇത് വേറൊരു ആത്മാവ്, വേറൊരു യേശു എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, പിതാവിൻ്റെ പദ്ധതി പ്രകാരം നമ്മളെ വീണ്ടെടുക്കുവാൻ കാൽവരിയിൽ യാഗമായി തീർന്ന ആ കർത്താവിൻ്റെ കൽപ്പനയല്ല. ഇത് വേറൊരു യേശു, വേറൊരു ആത്മാവ്, ആ ദൈവത്തിൻ്റെ ആത്മാവല്ല. ഈ ബൈബിളിൽ കൂടെ നമുക്ക് നിർദ്ദേശം തന്ന ആ ആത്മാവല്ല, ആ സുവിശേഷവുമല്ല എന്ന് അപ്പോസ്തലൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാരത്രേ എൻ്റെ മുട്ട് തീർത്തത്. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിലൊന്ന്. നമ്മൾ വചനം പഠിപ്പിക്കുന്നവരുടെ അടുത്ത് അല്ല പ്രതിഫലം വാങ്ങേണ്ടത്. നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞ് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കിയതിന്, ക്രിസ്തു എന്ന തലയോളം വളർത്തിയതിന് ശേഷം അപ്പോഴേക്കും അവർ ശിഷ്യന്മാരായി കഴിഞ്ഞു, സഹോദരങ്ങളായി കഴിഞ്ഞു. അവരിൽ നിന്നാണ് പരസ്പരം സഹായങ്ങളാണ് മേടിക്കേണ്ടത്. അല്ലാതെ ഇന്ന് കാണുന്ന സംവിധാനമല്ല ദൈവം നമുക്ക് വേണ്ടി വച്ചിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. എത്ര വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അവരെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താന് ആരുടെ പേരെടുത്ത് നമ്മുടെ മുമ്പിൽ വരുവാനും കഴിയും. യേശു ക്രിസ്തുവിൻ്റെ പേര് വേണമെങ്കിൽ അതും എടുക്കും. ആരുടെ പേരും എടുത്ത് സാത്താന് നമ്മളെ ചതിക്കാൻ സാധിക്കും. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അപ്പോൾ ഇന്നത്തെ അവസ്ഥ, അതിൻ്റെ പിന്നിൽ അത് ഏത് ആത്മാവാണ്, ആരുടെ ശുശ്രൂഷക്കാരാണ്,
നമ്മളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാര്യം കർത്താവ് പറഞ്ഞതിന് അപ്പുറം കർത്താവ് സൗജന്യമായി കൊടുക്കാൻ ആജ്ഞാപിച്ചുവെങ്കിൽ, അതിനെതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് സാത്താന് മാത്രമേ സാധിക്കൂ. ദൈവവചനത്തെ ലംഘിപ്പിക്കുന്നത് സാത്താൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, ഇതെല്ലാം തിരിച്ചറിയാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാനുള്ള കൃപയും തന്നിട്ടുണ്ട്. അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ അവസാനത്തെ ഭാഗത്തായിട്ട് പറയുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ഇത്തരം ടീം അവിടെ പ്രവർത്തിച്ചിരുന്നു. യോഹന്നാൻ അപ്പോസ്തലനൊഴിച്ച് മറ്റ് അപ്പോസ്തലന്മാരെല്ലാം കർത്താവ് റിട്ടേൺ വിളിച്ച സമയം വരെ അവർക്ക് ആധിപത്യം പുലർത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യോഹന്നാനെ ദൈവം വെളിപ്പാട് പുസ്തകം എഴുതുവാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നു. ആ യോഹന്നാൻ്റെ കാലത്ത് ഈ ശക്തികൾ അത് ശരിക്കും ദൈവത്തിൻ്റെ സംവിധാനത്തെ അട്ടിമറിച്ചു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാര്യം യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 5:19 വളരെ വ്യക്തമായി പറഞ്ഞു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. ഇനി 3-ാമത്തെ ലേഖനത്തിൽ നമ്മളവിടെ നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായതിൻ്റെ ലക്ഷണം അവിടെ നമുക്ക് കാണാം. ഒരു ദിയോത്രഫേസ്, ഈ ദൈവത്തിൻ്റെ അരുമ ശിഷ്യനായിരുന്ന ഈ യോഹന്നാനെ പോലും എതിർക്കുന്ന രീതിയിൽ അവിടെ ഒരു വിദ്വാൻ പൊങ്ങി വരുന്നു. അവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ച് സഭയിൽ ദൈവപ്രമാണം അനുസരിക്കുന്നവരെയും അതനുസരിച്ച് ജീവിക്കുന്നവരെയും അതനുസരിച്ച് പ്രസംഗിക്കുന്നവരെയും പുറത്താക്കുവാൻ വരെ തയ്യാറാകുന്നു. അപ്പോസ്തലനോടുകൂടെ പോലും എതിർക്കുവാൻ ധൈര്യമെന്ന ഒരു വ്യക്തിയെ നമ്മളവിടെ കാണുന്നു. ഈ വ്യക്തിയുടെ അനുയായികളാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ടീമുകളെല്ലാം. അവർ ഇന്ന് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവനും പടർന്ന് ഒരു പടുവൃക്ഷമായി ഒരു വലിയ കൊള്ളയടി ടീമായി വളർന്നു വന്നിരിക്കുകയാണ്. നേരത്തെ കേട്ടതുപോലെ ഇവർ സാത്താൻ്റെ ശുശ്രൂഷക്കാരായത് കാരണം അവനിലൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സാത്താൻ വചനത്തിൽ നിൽക്കുന്നവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇവരെ ഒരു കാരണവശാലും അവൻ ഉപദ്രവിക്കില്ല. കാര്യം ഇവർ അവന് വളരെ വേണ്ടപ്പെട്ടവരാണ്. എന്നാൽ ഇവർ തമ്മിൽ ഏതെങ്കിലും കാരണവശാൽ തമ്മിൽ തെറ്റിയാൽ ഇവരെ കുളം തോണ്ടുകയും ചെയ്യും. അത് കാരണമാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് ഉപദേശം കൊടുക്കുമ്പോൾ ആദ്യ ഫലം അനുഭവിക്കേണ്ടത് ആ കൃഷി ചെയ്ത കർഷകനാണെന്ന് എഴുതുവാനിടയായത്. കാരണം പഴയ നിയമത്തിൽ നമുക്കറിയാം, ആദ്യ ഫലം നിർബന്ധമായിട്ടും ദൈവാലയത്തിൽ കൊണ്ടുപോയിരിക്കണം, ദൈവസന്നിധിയിൽ കൊണ്ടുപോയിരിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിന് അറിയാം, കാലഘട്ടം മാറി വരുമ്പോൾ ഈ നമ്മൾ കൊണ്ടുപോകുന്ന വഴിപാട് സാത്താൻ്റെ മുമ്പിൽ ആയിരിക്കും ചെന്നെത്തുക, അവൻ്റെ ശുശ്രൂഷക്കാരുടെ മുമ്പിലായിരിക്കും എത്തുക. അവൻ്റെ ശുശ്രൂഷക്കാരുടെ മുമ്പിലെത്തിയാൽ അത് സാത്താൻ്റെ ഓഹരിയായിത്തീരും. അതുകൊണ്ടാണ് ഇങ്ങനെ, അത് നമുക്ക് ഒരു അതിശയോക്തിയായി തോന്നാം, എന്തുകൊണ്ട് അപ്പോസ്തലൻ ഇങ്ങനെ ഒരു ഉപദേശം നമുക്ക് തന്നുവെന്ന്. അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ഈ കൊരിന്ത് ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അധ്വാനിക്കുന്ന കൃഷിക്കാരൻ തന്നെ പ്രഥമ ഫലം അനുഭവിക്കണമെന്ന് അപ്പോസ്തലൻ നമുക്ക് ഉപദേശം തന്നത്. ഇനി അടുത്ത് പ്രധാന കൽപ്പനയായ സ്നാനത്തെക്കുറിച്ച് നോക്കാം. സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ കർത്താവ് കൊടുത്ത ആ കൽപ്പനയ്ക്ക് വ്യാഖ്യാനം വരുന്നത് റോമാലേഖനത്തിലാണ് പരിശുദ്ധാത്മാവ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഇറക്കുന്നത്. അത് കർത്താവിനോട് ചേരുവാനുള്ളതാണ്.
പക്ഷെ ചേരണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യൻ, അതായത് ലോകപ്രകാരം ജീവിക്കുന്ന ഇപ്പോഴത്തെ മനുഷ്യൻ മരിച്ചിരിക്കണം. കർത്താവിനോട് ചേരണമെങ്കിൽ, വിശുദ്ധനായ കർത്താവിനോട് ചേരണമെങ്കിൽ നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് അതിൻ്റെ അടുത്ത പുനരുത്ഥാനത്തിൻ്റെ ഒരു ക്രിയയാണ് ഈ സ്നാനത്തിൽ കൂടെ നടക്കുന്നത്. ഇത് നടന്നാൽ മാത്രമേ വേദപുസ്തക പ്രകാരമുള്ള സ്നാനമാവുകയുള്ളൂ. അത് പഴയ മനുഷ്യൻ, അവനെ ഉരിഞ്ഞു കളയണം നാം. അവനിലുള്ള ഒരവകാശവും പിന്നിൽ നമ്മൾ നിൽക്കരുത്. നമ്മൾ ഒരു ഉയർത്തെഴുന്നേറ്റ പുതിയ രൂപാന്തരപ്പെട്ട മനുഷ്യനായി, അവനൊരു പുതിയ സൃഷ്ടി ആയിട്ട് മാറി വരുന്നതാണ് സ്നാനം. പഴയ മനുഷ്യനിൽ നമ്മൾ പിന്നെ ഒരവകാശവും ഉണ്ടായിരിക്കരുത്. എന്നാൽ ഇന്ന് ആരെങ്കിലും ഒന്ന് സ്നാനപ്പെടാൻ സമ്മതിച്ചാൽ മതി, അതിനാരും തയ്യാറാണ്. എന്നാൽ ഈ ഉപദേശം ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താറില്ല. അങ്ങനെ ചെയ്ത് സ്നാനപ്പെട്ടതുകൊണ്ട് ബൈബിൾ പ്രകാരം നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ പരിപൂർണമായി നമ്മളിലൊരു പരിവർത്തനം വന്നിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ബൈബിൾ പ്രകാരമുള്ള സ്നാനമാകുള്ളൂ. അതല്ല എങ്കിൽ ഋഗ്വേദത്തിൽ ഇതേപോലെ ഒരു കർമ്മം പറയുന്നുണ്ട്. പാപപരിഹാരത്തിനായി, മനുഷ്യൻ്റെ പാപം പോക്കുവാനായി. നമ്മുടേതും പാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേപോലെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു അവസ്ഥ, അത് ഋഗ്വേദത്തിലുള്ളതാണ്. അവർക്ക് മുങ്ങിപ്പൊങ്ങിയാൽ മതി. പാപം ചെയ്യാം, മുങ്ങിപ്പൊങ്ങാം, വീണ്ടും പാപം ചെയ്യാം, പൊങ്ങാം, വീണ്ടും പാപം ചെയ്യാം, മുങ്ങിപ്പൊങ്ങാം. നമ്മൾ പഴയ നിയമത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് പോലെ. എന്നാൽ സ്നാനം അങ്ങനെയല്ല. ഒരിക്കൽ അവൻ സ്നാനമെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ട് കഴിഞ്ഞു. അവന് പിന്നീട് ആ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എടുക്കുവാൻ അവകാശമില്ല. അത് ഇന്ന് ആരെയും പഠിപ്പിക്കുന്ന കാര്യം. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്കതിൻ്റേതായ ഗുണമുള്ളൂ. അതുകൊണ്ട് ഈ വചനമൊന്നും ആരെയും കേൾപ്പിക്കാറുമില്ല, അതിനൊന്നും സ്ട്രെസ് ചെയ്യാറില്ല, അതിൻ്റെ ആഴത്തിലേക്ക് ആരും ഇറങ്ങുന്നുമില്ല. ഇനി അടുത്തത്, നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു ദൈവരാജ്യത്തെ തരുവാനാണ്. അത് വീണ്ടെടുക്കുവാനാണ്. അത് നഷ്ടപ്പെടുത്തിയത് നാമാണ്. ദൈവം മരണമില്ലാത്തവനായി സൃഷ്ടിച്ച് തന്നോടുകൂടെ വസിപ്പാനാക്കിയിരുന്ന നമ്മൾ ദൈവത്തെ ധിക്കരിച്ച് ദൈവം പറഞ്ഞതൊന്നും അനുസരിക്കാതെ മരണത്തിന് അടിമകളായി, മരണത്തിന് വിധിക്കപ്പെട്ടവരായി ഈ ഒരവസ്ഥയിലെത്തിയപ്പോൾ ദൈവത്തിന് നമ്മോട് ദയ തോന്നി പുത്രനെ അയച്ച് ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിഷയം പഠിപ്പിക്കാനാണ് കർത്താവ് വന്നതും കർത്താവ് പറഞ്ഞു തുടങ്ങിയതും. ആ കൂട്ടത്തിൽ ഈ വചനം കേൾക്കാൻ വന്നവരെ സൗഖ്യമാക്കി, അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കി, അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കർത്താവ് വന്നത് ദൈവരാജ്യം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അതിനെ നമ്മൾ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനാണ്. അതൊന്നും ഇന്ന് ആരും ചെയ്യുന്നില്ല. ഇന്ന് ആ രാജ്യം ആർക്കും ആവശ്യമില്ല. അതെല്ലാം അടഞ്ഞ അധ്യായം പോലെ ആയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുക നമ്മളെ കൊണ്ടെത്തി, അതായത് മരണമില്ലാത്തവനായി, കർത്താവിനോട് എന്നും വസിക്കുന്നവനായി, ദൈവദൂത തുല്യരായി, ദൈവപുത്രന്മാരായി, ആ അവസ്ഥയിലോട്ട് നമ്മൾ വീണ്ടും എത്തിപ്പെടണം. അതാണ് സനാതനമെന്ന് ഹൈന്ദവർ പറയുന്നത്. അതേ അവസ്ഥയിൽ നമ്മൾ വീണ്ടും എത്തിപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ നമ്മളായിട്ട് അതിന് അനുവദിക്കുന്നില്ല. യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ വേഗത്തിൽ സംഭവിക്കാനെന്ന് എഴുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രിം ടൈമായിരുന്നു, ബ്രിം പോയിൻ്റിൽ. കാര്യം ഇതെല്ലാം ദൈവം ഒരു പദ്ധതി പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് തക്ക സമയത്ത് നിവൃത്തിയായിരിക്കണം. അത് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ നിജപുത്രനായ തീമോഥെയോസിന് എഴുതുമ്പോൾ തക്ക സമയത്ത് നിവൃത്തി വരേണ്ട ജാതികളെ അറിയിക്കേണ്ട സുവിശേഷമെന്ന് വ്യക്തമായി പറയുന്നു. അതിന് സത്യമായിട്ടും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ടും തക്ക സമയത്ത് അത് നിവൃത്തിയാക്കുവാൻ അപ്പോസ്തലന് സാധിച്ചില്ല. പൗലോസിനെ
കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി ജാതികളെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അതിൻ്റെ ദൃഷ്ടാന്തമെല്ലാം കാണിച്ചു കൊടുത്ത് അയച്ചിട്ട് പോലും പത്രോസിന് അത് നിവൃത്തിയാക്കുവാൻ സാധിച്ചില്ല. വീണ്ടും യഹൂദന്മാരുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ നാമായിട്ട് തന്നെ എല്ലാം അട്ടിമറിച്ചു. അത് കാരണം ഇപ്പോഴും ആ ശക്തികൾ, കാര്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടെയാണ് ഇതെല്ലാം നിവൃത്തിയാകേണ്ടത്. അതിനെ സാത്താന് തടയാൻ സാധിച്ചു. അതിനെ കൂട്ടുനിന്നത് നമ്മൾ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവരായി ദൈവത്തിനോട് നിന്നിട്ടും ദൈവം നമ്മെ തള്ളിക്കളയാതെ വീണ്ടും നമ്മളെ ഉദ്ധരിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയിട്ടും ആ പദ്ധതിക്ക് കീഴ്പ്പെടാതെ വീണ്ടും സാത്താൻ്റെ ഉപദേശത്തിൽ നിന്ന് അവൻ്റെ പിണിയാളുകളായി ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നു. ഇനി അടുത്തത് കൂട്ടായ്മ. ദൈവം നമുക്ക് അനുവദിച്ചത് കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും തുല്യരാണ്. സ്നേഹബന്ധത്താലുള്ള ഒരു ഒത്തുകൂടലാണ്. സ്നേഹം കൊണ്ട് അവരെ കൂട്ടി നിർത്തുന്നതാണ് കൂട്ടായ്മ. അതിൻ്റെ തലപ്പത്ത് ദൈവമിരിക്കും. എന്നാൽ ഇന്ന് കൂട്ടായ്മയല്ല നമുക്ക് ചുറ്റും കാണുന്നത്, സംഘടനകളാണ്. സംഘടിച്ച് നിർത്തുക. അപ്പോൾ ഒരു സംഘടനയുടെ ശക്തി തെളിയിച്ച് അതിൽ കൂടെ പല നേട്ടങ്ങളുണ്ടാക്കിയെടുക്കുക, അതിൽ കൂടെ അവകാശങ്ങൾ നേടിയെടുക്കുക. ആ ലെവലിലാണ് ഇന്ന് കാര്യങ്ങളെല്ലാം പോകുന്നത്. നമുക്ക് തന്നെ അറിയാം, ആദ്യമായിട്ട് ഷിനാർ ദേശത്ത് ജനം സംഘടിച്ചു. അവർ ഒറ്റക്കെട്ടായി ചില പ്രവൃത്തി ചെയ്തു. ദൈവം അതിനെ കലക്കിക്കളഞ്ഞു അവരുടെ പ്രവൃത്തിയെ. കാര്യം അവർക്ക് അസാധ്യമായ പ്രവൃത്തി അവിടെ സാധ്യമായി വന്നു. അതിൻ്റെ അർത്ഥം സാത്താൻ അവരെ സഹായിച്ചു. മനുഷ്യനെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യം അവർ സംഘടിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം സംഘടനയുടെ തലപ്പത്ത് പിശാച് വന്നു. കൂട്ടായ്മയുടെ തലപ്പത്ത് ദൈവം ഇരിക്കുമെങ്കിൽ സംഘടനയുടെ തലപ്പത്ത് എപ്പോഴും പിശാച് അവകാശം പറയുന്നതാണ്. അത് അവനുള്ളതാണ് സംഘടന. അതാണ് സംഘടനകൾ ഇന്ന് നേരും നെറിയും കൂടെയല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ എല്ലാവരും ചവിട്ടി മെതിക്കും, അവരുടെ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുവാൻ. ഇതാണ് സംഘടന. ഇന്ന് നമ്മളും ഈ പറഞ്ഞ പോലെ സംഘടനകൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരുടെ വിഷയമാണ്. അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയിരിക്കണം, എന്നാൽ ഇടറിപ്പോകാതെ നിൽക്കാം. വിളിയും തിരഞ്ഞെടുപ്പും ഇല്ലാത്ത ആരും ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കരുത്. ഇത് വളരെ അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ അത് എഴുതിയത്. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കൊയ്ത്തിന് ആളിനെ ചോദിച്ചു. കൊയ്ത്ത് വളരെ ഉണ്ട്. കർത്താവും പറഞ്ഞു കൊയ്ത്ത് വളരെ ഉണ്ട്, പക്ഷേ കൊയ്ത്തിന് ആരെയും വിളിച്ചിറക്കിയില്ല. കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിന് വിലക്കറ അയക്കുവാൻ യാചിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കാർക്കും ചാടി ഇറങ്ങാൻ പറ്റിയ പണിയല്ല ഇത്. ഇതിൻ്റെ കൊയ്ത്തിൻ്റെ യജമാനൻ അതിനനുവദിക്കണം, അതിനുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് തരണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ അടുക്കും ചിട്ടയായിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം പിശാച് നേരത്തെ കേട്ടതുപോലെ സാത്താൻ്റെ ശുശ്രൂഷകരായി മാറും. ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി നിൽക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മളെ ശക്തീകരിക്കേണ്ടി വരും. ദൈവം ശക്തീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് തന്നെ നമ്മൾ പോകേണ്ടി വരും. അതിനാണ് ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കുവാൻ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. കാര്യം ശിക്ഷാവിധിയിലാവപ്പോൾ തെറ്റിപ്പോകുന്നു. എല്ലാം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാരിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് എഴുതി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മോഹങ്ങൾക്കനുസരിച്ച് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. ഇന്നതാണ് നടക്കുന്നത്. അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിലോട്ട് ആളുകളെ ആകർഷിച്ച് അങ്ങനെ ഈ നാമം തന്നെ ദുഷിക്കുന്ന അളവിൽ എത്തി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഇനി ബൈബിൾ കോളേജുകളെക്കുറിച്ച് നോക്കാം.
കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരെ താൻ ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ പഠിപ്പിച്ചതാണ്. താൻ ചെയ്ത എല്ലാ പ്രവൃത്തിയും അവർ ചെയ്തിരുന്നു. ഒരു ബാലൻ്റെ വിഷയത്തിലല്ലാതെ മറ്റെല്ലാ വിഷയത്തിലും കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അതുപോലെ ചെയ്ത് വിജയിച്ചവരാണ്. പക്ഷേ കർത്താവ് പുനരുത്ഥാനം ചെയ്യുമ്പോൾ അതിനു മുമ്പേ അവർക്ക് ഒരു പ്രധാന നിർദ്ദേശം കൊടുത്തു. ഈ അറിവും കൊണ്ട്, ഈ സാമർഥ്യവും കൊണ്ട് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകരുത്, ചെന്നിരുന്ന് പ്രാപിക്കാൻ പറഞ്ഞു. ശക്തി തരിക്കുവോളം, ഉയരത്തിൽ നിന്ന് ശക്തി തരിക്കുവോളം ചെന്ന് കാത്തിരിക്കാൻ പറഞ്ഞു. അതിന് ശേഷമേ അവരെ അയച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റിയതല്ല, അല്ലെങ്കിൽ ഒരു ബൈബിൾ കോളേജിൽ ചെന്ന് പഠിച്ച് ചെയ്യാനുള്ള ജോലിയല്ല ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് തന്നെ ചെയ്യണം. അപ്പോസ്തലൻ വ്യക്തമായിട്ടത് പറയുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, അതല്ലാതെയും പറയുന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, മനുഷ്യരോട് പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ താൻ പ്രാപിച്ചത്. അങ്ങനെ ചെയ്യേണ്ടതാണ് ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ ശുശ്രൂഷ. ഇന്ന് ബൈബിൾ കോളേജുകളെല്ലാം വാൽപ്പയോറുകളായി മാറിക്കൊണ്ടിരുന്നു. അവർക്ക് നല്ല പ്രൊഫഷണലുകളെ ഉണ്ടാക്കണം, പ്രസംഗിക്കാൻ കഴിവുള്ളവനെ ഉണ്ടാക്കണം, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിക്കുന്നവനെ ഉണ്ടാക്കണം. ദൈവവചനത്തിന് അവിടെ ഒരു വിലയുമില്ല. ദൈവത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് അവിടെ ഒരു വിലയുമില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ചെയ്യേണ്ട ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ അതൊന്ന് നാനാവിധമായ അവസ്ഥയിലായിരിക്കുന്നു. ഇനി അടുത്ത് മനുഷ്യപ്രസാദവും മുഖസ്തുതിയും. ഇന്ന് ഈ ശുശ്രൂഷയുടെ അവസ്ഥകളെല്ലാം മറ്റൊരു ലെവലിലോട്ട് മാറിയിരിക്കുകയാണ്. തൻ്റെ മുമ്പിലിരിക്കുന്നവരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അവരെ സുഖിപ്പിക്കുക, മുഖസ്തുതി പറയുക, അവരെ പുകഴ്ത്തുക, അവർക്കാവശ്യമായത് എന്താണോ അത് കൊടുക്കുക. ഇതല്ല സുവിശേഷം. സുവിശേഷം സത്യവചനം അവരെ കേൾപ്പിക്കുക, അവരെ അനുസരിപ്പിക്കുക. പക്ഷെ അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയുടെ പാക്കറ്റിലിരിക്കുന്ന സാധനം നമ്മുടെ പാക്കറ്റിലോട്ട് കടന്നു വരില്ല. അതുകൊണ്ട് മാത്രം ഈ മുഖസ്തുതിയും ഈ മനുഷ്യരെ പ്രസാദിപ്പിച്ചിട്ടുള്ള പ്രസംഗങ്ങളും തകൃതി വെച്ച് മുമ്പോട്ട് പോകുന്നു. കർത്താവിൻ്റെ വചനത്തിന് അവിടെ ഒന്നും ഒരു സ്ഥാനവുമില്ല. അപ്പോസ്തലൻ പറയുന്നു, അങ്ങനെ വന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. തിമോഥെയോസിന് ഉപദേശം കൊടുക്കുമ്പോൾ സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നിന്ന് പാടെ മാറിയ ഒരവസ്ഥ. സുവിശേഷകൻ അത് സൗജന്യമായി തന്നെ ചെയ്യണം. ആ പ്രവൃത്തി ചെയ്യാനാണ് തിമോഥെയോസ് അങ്ങനെ തന്നെ ചെയ്തു. ഇയ്യോബാണെങ്കിൽ പറയുന്നു, മുഖസ്തുതി പറഞ്ഞാൽ ദൈവം എന്നെ നീക്കിക്കളയുമെന്ന് പറയും. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് വളരെ ലാഘവത്തോടെയാണ് ഇന്ന് ജനം കാണുന്നത്. അതുപോലെ കഷ്ടം സഹിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. അത് ആദ്യമായിട്ട് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുമ്പോൾ, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. കഷ്ടം സഹിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. സന്തോഷത്തോടെ അപ്പോസ്തലൻ അത് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചു. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതാണോ? ഇന്നാർക്കും കഷ്ടം സഹിക്കാൻ വയ്യ. അനേക കഷ്ടങ്ങളിലൂടെ നടന്നു വേണം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. പിരിൻ്റെ ലേഖനം എഴുതുമ്പോൾ അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. അവർക്ക് കഷ്ടം സഹിക്കാൻ മനസ്സില്ല, സുഖിച്ച് ജീവിക്കണം. ഈ ദൈവം പറഞ്ഞ സേവനം ചെയ്ത് പോകേണ്ടവർ ഇന്ന് സുഖിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയി. ആർക്കും കഷ്ടം സഹിക്കാൻ സാധിക്കുന്നില്ല. പത്രോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ അവൻ ആ കഷ്ടം അനുഭവിച്ചതിലൂടെ അവൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുമെന്നാണ് എഴുതിയത്.
അപ്പോൾ ഈ കഷ്ടം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതിൽ കൂടെ നമ്മൾ ചില പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അത് നമുക്ക് ജീവിതാനുഭവത്തിൽ ഇതൊക്കെയാണ് ദൈവം നമുക്ക് ഒരു കഷ്ടപ്പാടോ ദുരിതമോ വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഗുണത്തിനാണ്. അത് ഇന്ന് ആർക്കും വേണ്ട. അങ്ങനെയുള്ള ദുരിതം ആർക്കും വേണ്ട. ഇതൊരു നല്ല പ്രൊഫഷനായി കണ്ട് അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ ആഡംബര ജീവിതം, ധനം, നമുക്ക് തന്നെ അറിയാം. കർത്താവ് തന്നെ പറഞ്ഞു ഒരു ധനവാൻ്റെയും ലാസറിൻ്റെയും കാര്യം. ധനവാൻ ന്യായപ്രമാണം ഒന്നും ലംഘിച്ചിട്ടില്ല, അവൻ മറ്റു തെറ്റുകളൊന്നും ചെയ്തില്ല. പക്ഷേ അതിലും ഉപരി ഇവൻ നരകത്തിൽ പോയപ്പോൾ സഹോദരങ്ങൾ അവിടെ വരാതിരിക്കുവാൻ വേണ്ടി അവരെങ്കിലും രക്ഷപ്പെടുത്തുവാൻ ഒരു ശ്രമം നടത്തുന്നു. അതിൽ നിന്ന് തന്നെ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. പക്ഷേ അവൻ ആഡംബരത്തോടെ ജീവിച്ചു, അതാണ് അവന് ദോഷം പറ്റിയത്. അവൻ ധനവാനായിരുന്നതുകൊണ്ട് ആഡംബര ജീവിതം നയിച്ചു. അവൻ്റെ വസ്ത്രത്തെക്കുറിച്ച് വരെ പറയുന്നുണ്ട്. ഇന്ന് ഈ വേലയിലായിരിക്കുന്നവർ ഒരു ചായ കുടിക്കണമെങ്കിലും മസ്കറ്റ് ഹോട്ടലിൽ പോകുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എവിടെയായിരിക്കുന്നു? നാം എവിടെയായിരിക്കുന്നു? വളരെ വ്യക്തമായി പറയുന്നു, ദ്രവ്യാഗ്രഹം സകല ദോഷങ്ങൾക്കും മൂല കാരണമാകുന്നു. ഇതെല്ലാം വളരെ ഇത്രയും വ്യക്തമായിട്ട് എഴുതിയിരുന്നിട്ടും നമുക്കാർക്കും ഒരു ഭയവുമില്ല. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ സ്വീകരിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ തന്നെ ആരാധിക്കണം. പൂർണ്ണതയിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. പൂർണ്ണതയിൽ 105% സ്ഥലം നമ്മൾ വേറെ ഇട്ടിരുന്നാൽ ദൈവം അവിടെ പ്രവേശിക്കില്ല. പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സും ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ കർത്താവ് നമ്മളിൽ വസിക്കുകയുള്ളൂ, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്യുകയുള്ളൂ. പക്ഷെ നമുക്ക് ആർക്കും അതിന് കാര്യം നമ്മളെല്ലാം ലോകപ്രകാരമായി ജീവിക്കുന്നവരാണ്. നമുക്ക് നമ്മളെ മക്കൾ വേണം, അപ്പനും അമ്മയും വേണം, ജീവിത പങ്കാളി വേണം. ഇവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ദൈവത്തെക്കാളുപരി ഇവരെ സ്നേഹിക്കും. അങ്ങനെ വന്നാൽ ഒരിക്കലും ദൈവത്തിന് നമ്മുടെ മേൽ അവകാശമില്ലാതെയുമാകും, പ്രവർത്തിക്കാൻ പറ്റാതെയാവും. വ്യക്തമായിട്ട് കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശിഷ്യരായിരിക്കുവാൻ സാധ്യമല്ല. നമ്മളെ തന്നെ പൂർണ്ണമായി വെറുത്ത് നമ്മുടെ സകല ആഗ്രഹങ്ങളും നമ്മുടെ പുറകിൽ എറിഞ്ഞ് കർത്താവിനോട് അടുത്താൽ മാത്രമേ കർത്താവിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാനൊക്കൂ. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാനൊക്കൂ. അടുത്തതായി ദൈവത്തെ സംബന്ധിച്ചൊരു പ്രധാന വിഷയമാണ് വിശുദ്ധി. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിപ്പിൻ. ദൈവം വിശുദ്ധനാകിയാൽ നമ്മളെയും അതുപോലെ കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ അടുക്കൽ വരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ആ വചനം എഴുതിയത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതിയ നിയമ വക്താക്കൾക്ക് ഈ വിശുദ്ധി ബാധകമേ അല്ല. എബ്രായ ലേഖനത്തിലും വളരെ വ്യക്തമായിട്ട് അത് എഴുതുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇതിനപ്പുറം ഇനി എന്ത് വേണം? അതിന് ന്യായീകരണമായിട്ട് പത്രോസ് മുമ്പിൽ ഇറക്കിയ ഒരു തുപ്പട്ടിയെ വേണമെങ്കിലും എടുത്ത് പിടിക്കും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുകയാണ്. ശുദ്ധീകരണം, ദൈവം വിശുദ്ധനാകിയാൽ നമ്മളും ശുദ്ധീകരിക്കപ്പെട്ടേ മതിയാവൂ. എന്നാൽ മാത്രമേ ദൈവമായിട്ട് നമുക്ക് അടുക്കാനൊക്കൂ. ഓരോ ദൈവഭക്തന്മാർക്ക് ഇതിൽ വന്ന മോശയ്ക്ക് ഈ ഒരു വിഷയത്തിൽ വന്ന വീഴ്ചയാണ് മോശയ്ക്ക് സ്വർഗരാജ്യത്ത് പോകാൻ തടസ്സമായി വന്നത്. കാനാൻ ദേശത്തിൽ പ്രവേശിക്കുവാൻ മോശയ്ക്ക് തടസ്സമായി വന്നത് ദൈവത്തെ വിശുദ്ധീകരിച്ചില്ല. ഇത് നമുക്കൊരു വലിയ കെണിയാണ്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല, ഇന്നാരും ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. ഇനി അടുത്ത് ദൈവഭയവും ദൈവഭക്തിയും. നമ്മളെല്ലാം അവകാശപ്പെടുന്നതാണ്, നമ്മളെല്ലാം ദൈവഭക്തന്മാരാണ്, ദൈവത്തിൻ്റെ ഭയന്നാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഭയവുമില്ല. ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഭയം
എന്തെങ്കിലും ഒരു ഭയം, ചെറിയ 1% ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പ്രവൃത്തികളൊന്നും ഇവിടെ നടക്കില്ല. നമ്മൾ നെഹെമ്യാവിനെ ഒന്ന് നോക്കിയാൽ ദൈവഭയം കൊണ്ട് അന്ന് ഗവർണറായിരുന്ന നെഹെമ്യാവ് അഹോവൃത്തി വാങ്ങിയില്ല. അത്ര ദൈവത്തിൻ്റെ ഭയം കൊണ്ടാണ് അത് ചെയ്തത്. അതുപോലെ സക്കായി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ താൻ അന്യായമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കാമെന്ന് പറയും. അതാണ് ദൈവഭയം. ദൈവത്തെക്കുറിച്ച് നമ്മൾക്കൊരു ഭയം വന്നാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണും. അബ്രഹാമിനെ ദൈവം വിളിച്ച് തൻ്റെ ഏകജാതനായ ഇസാക്കിനെ ബലി കൊടുക്കാൻ കൽപ്പിച്ചു. അബ്രഹാം തിരിഞ്ഞും പിരിഞ്ഞും ആലോചിച്ചില്ല, അതിന് തയ്യാറായി. അന്നാണ് അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ദൈവം പൂർണ്ണമായും കണ്ടത്. വിശ്വാസിയുടെ പിതാവാക്കി. അതാണ് ഒരു മനുഷ്യൻ്റെ ഭക്തിയും ദൈവത്തോടുള്ള ഭയവും. നമുക്ക് ആർക്കും അതില്ല. ഞാൻ ഉൾപ്പെടെ നമ്മൾ പറയുന്നു, നമുക്ക് ആർക്കും അങ്ങനെയുള്ള ഭക്തിയോ ഭയമോ ഇല്ല. നമ്മൾ വെറുതെ നാവ് കൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നു, ഭക്തരാണെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ വിശ്വാസം. ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ടപ്പോൾ അവന് ഒരു കേടും വന്നിട്ടില്ലായിരുന്നു. അവൻ്റെ വിശ്വാസമാണ് സിംഹത്തിൻ്റെ മുമ്പിൽ ആ ദൂതനിറങ്ങി അതിൻ്റെ വായടച്ചത്. ഇതുപോലെ ശിഷ്യന്മാരുടെ മുമ്പിൽ ചന്ദ്രരോഗം പിടിച്ച ഒരു ബാലനെ പിതാവ് കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ രഹസ്യമായിട്ട് വന്ന് കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടത് സാധിച്ചില്ല? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസക്കുറവ്, അതാണ് പ്രധാന കാരണം. അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ പറ്റൂ. അതതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. അതുപോലെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചിട്ടില്ലെങ്കിൽ അത് നിർജീവമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കാൻ കാര്യം അതാണ്. അത്രമേൽ അതപ്പതിച്ച അവസ്ഥയിലായിരിക്കുന്നു നമ്മളിന്ന്. കർത്താവ് ഈ കാലഘട്ടത്തിൽ വന്നാൽ നമ്മൾ തന്നെ കർത്താവിനെ തിരിച്ചറിയുമോ എന്നുള്ളത് വളരെ സംശയത്തോടെ വേണം നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല കർത്താവ് വരുന്നത്. ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അവിടെയൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ട അവസ്ഥയാണ്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന വിശ്വാസവും ഈ വിശുദ്ധിയും ഈ ദൈവഭയവും ഭക്തിയും ഇതൊന്നും നമ്മളെ എങ്ങും എത്തിക്കില്ല. ഇനി വേറൊരു പ്രധാന വിഷയം, നമ്മൾ ഏതൊരു വിഷയത്തിലും സംതൃപ്തിയുള്ളവരായിരിക്കണം. അത്യാഗ്രഹം നമുക്ക് പാടില്ല. പക്ഷേ ഇന്ന് എല്ലാവരും, ഇന്ന് 100 രൂപ കിട്ടിയാൽ നാളെ അതിനെ 200 ആക്കാമെന്നുള്ള ചിന്തയാണ് എപ്പോഴും. ദൈവം പറയുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വിചാരിക്കുക. സംതൃപ്തി, ആ ഒരു സംതൃപ്തി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ വളരാനൊക്കൂ. നമുക്ക് ദൈവം ചിലപ്പോൾ കഷ്ടപ്പാടിൽ കൂടെ നമ്മെ നടത്തും, ചിലപ്പോൾ നല്ല സൗഭാഗ്യത്തിൽ കൂടെ നടത്തും. ഏതവസ്ഥയിലായിരുന്നാലും അത് ദൈവം നമുക്ക് ഗുണത്തിനായി ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് കീഴ്പ്പെട്ട് പോയാൽ നമ്മൾ വിജയിക്കും. അതാണ് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലകാരണമെന്ന് കർത്താവ് പറയാൻ കാര്യം. നമുക്കത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ദൈവത്തിന് ഒരു തരത്തിലും രക്ഷിച്ചെടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് സംതൃപ്തി, ഏത് ദൈവം എന്ത് തന്നാലും അത് സംതൃപ്തിയോടെ സ്വീകരിക്കുക. സത്യസന്ധത, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ആയുധമാണ് സത്യസന്ധത. സെക്കരിയ പ്രവചനത്തിൽ പറയുമ്പോൾ കള്ളൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ച് അതിനെ മരവും കല്ലുമാക്കി തീർക്കും, അതിൻ്റെ ശാപം എന്നാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കള്ളം പറയുന്നതിൻ്റെ കള്ളൻ്റെ വീട്ടിൽ, കള്ളസത്യം ചെയ്യുന്നതിൻ്റെ വീട്ടിലെ അവസ്ഥയാണ് ആ കാണിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭോഷ്ക്
പറയുന്നവനും ഫോഷ്ക്ക് വിശ്വസിക്കുന്നവനും അത് പ്രവർത്തിക്കുന്നവനും പുറത്ത് തന്നെ കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ അന്യോന്യം ഫോഷ്ക്ക് പറയരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പഴയ നിയമത്തിലാണെങ്കിൽ ഇങ്ങനെ അഥവാ ഒരു തെറ്റ് പറ്റിയാൽ അതിനോട് 5-1 കൂട്ടിക്കൊടുത്ത് ആ നഷ്ടം പരിഹരിച്ച് നമുക്ക് എന്തെങ്കിലും നീക്കുപോക്ക് വരുത്താം. പുതിയ നിയമത്തിലൊന്നുമില്ല. നമ്മൾ കള്ളം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അത് അവസാനം ന്യായവിധിക്ക് ഇടയായിത്തീരും. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് നടക്കുന്നില്ല. ഇപ്പോൾ കാര്യം ഈ ലോകം അങ്ങനെ ആയിത്തീർന്നു എന്നും പറഞ്ഞ് നമുക്കിതിൽ വല്ല ഇളവും കിട്ടുമോ? അതും കിട്ടില്ല. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും സത്യസന്ധരായിരിക്കുവാൻ നമ്മൾ ശീലിച്ചേ മതിയാവൂ. കാര്യം ലോകപ്രകാരമായിട്ട് ജീവിക്കണമെങ്കിൽ ഇന്ന് ചില കള്ളങ്ങൾ പ്രയോഗിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയാണ്. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് അതിലൂടെ ഒരു വലിയ ദൈവത്തിൻ്റെ രാജ്യമാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത്. അപ്പോൾ അത് ഏതാണ് വലുത്, നമുക്ക് ഏതാണ് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. സഹിഷ്ണുത ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയ നമ്മുടെ ഒരു ആയുധമാണ്. എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ സഹിഷ്ണുതയോടെ ഇരുന്നേ മതിയാവൂ. ദൈവത്തിൻ്റെ മുമ്പ് സഹിഷ്ണുത നടക്കുക. ഏത് പല കുഴിയും മേടും പള്ളവും എല്ലാം താണ്ടി കിടക്കേണ്ടി വരും. അവിടെയൊക്കെ സഹിഷ്ണുതയോടെ ആയിരുന്നേ മതിയാവൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശയോട് ജനത്തിന് വെള്ളം കൊടുക്കാൻ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ് മോശെ ആ ജനത്തിൻ്റെ അവരെ പ്രകോപിപ്പിച്ചത് കാരണം, ജനം മോശയെ പ്രകോപിപ്പിച്ചത് കാരണം പാറയെ അടിക്കുവാനിടയായി. സഹിഷ്ണുത തെറ്റി. തൻ്റെ സഹിഷ്ണുത അല്പസമയത്തേക്ക് നഷ്ടപ്പെട്ടു. അതിലൂടെ മോശയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇനിയൊന്ന് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ദൈവമക്കൾ എപ്പോഴും ഉറപ്പ് വേണം. അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്നവർക്കൊരു ഉറപ്പ് വേണം. വചന അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്നൊരു ഉറപ്പ് വേണം. കാര്യം യോശുവയ്ക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, എങ്കിൽ മാത്രമേ ദൈവത്തിന് അവൻ്റെ മേൽ പ്രവർത്തിക്കുവാനൊക്കൂ. യിരെമ്യാവിനോട് പറയുമ്പോൾ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കണമെങ്കിൽ നീ അവരെ കണ്ട് ഭ്രമിപ്പിച്ച് പോകരുത്. അപ്പോൾ അങ്ങനെ ഉറപ്പുള്ളവനെ മാത്രം ദൈവത്തിന് മതി. അവരിലൂടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കൂ. മനസ്സുള്ളവൻ എല്ലാ കാര്യത്തിലും അസ്ഥിരൻ. അവൻ ഒരു സ്ഥാനത്തും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. അങ്ങനെയുള്ളവരൊന്നും ദൈവത്തിന് വേണ്ട. അവർ കാറ്റടിച്ച് തിരമാലയ്ക്ക് സമമെന്നാണ് ദൈവവചനം പറയുന്നത്. ഇനി അടുത്ത് യാചിപ്പിൻ എന്നാൽ ലഭിക്കും എന്ന് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. യാചിപ്പിൻ, നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും യാചിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും എന്ന് പറയാൻ നമുക്കെന്തെല്ലാം ആവശ്യമാണെന്ന് കർത്താവിന് വ്യക്തമായിട്ടറിയാം. നമ്മുടെ ഓരോ ചലനവും നമ്മുടെ ഓരോ ആവശ്യവും നമ്മൾ അറിയുന്നതിന് മുമ്പേ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ദൈവഹിതമില്ലാത്ത ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നതിനേക്കാളും ദൈവകരങ്ങൾ സമർപ്പിച്ച് ക്ഷമയോടെ ഇരിക്കുന്നതല്ലേ നല്ലത്. ആ വിഷയത്തെ നമ്മളെക്കാളും എത്രയോ ദൈവത്തിന് വേണ്ടപ്പെട്ട ആളാണ് അപ്പോസ്തലനായ പൗലോസ്. താൻ ഒരു കാര്യം 3 പ്രാവശ്യം ദൈവത്തോട് യാചിച്ചു. ദൈവം അത് മാറ്റിക്കൊടുത്തില്ല. മോശെ നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിശ്വസ്തൻ. കാനാൻ ദേശം ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് ദൈവത്തിൻ്റെ കാല് പിടിച്ചു. ദൈവം അനുവദിച്ചില്ല. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിക്കുക, ദൈവം പറയുന്നതനുസരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം എത്തിക്കും. ഇനി നമ്മുടെ ഓരോ കുടുംബവും ഒരു ഭരണ സംവിധാനത്തിൻ്റെ അതിൻ്റെ ചെറിയ മോഡലാണ്. നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തുകളാണ്,
ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഘടകമെന്നാണ്. അങ്ങനെയല്ല. ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഘടകം ഓരോ കുടുംബങ്ങളാണ്. ഈ കുടുംബത്തിൽ ആര് ഭരിക്കണമെന്ന് അത് ദൈവം എഴുതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു ശാപത്തിലൂടെ നമ്മുടെ മേൽ വന്നതാണ്. ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് ദൈവം ചെയ്തരുതെന്നുള്ള പ്രവൃത്തി ചെയ്തതിലൂടെ ദൈവം ഭരിക്കേണ്ട നമ്മളെ, അതായത് സ്ത്രീയെയും പുരുഷനെയും ദൈവം ഭരിക്കേണ്ടതായിരുന്നു. നമ്മൾ ദൈവത്തെ ലംഘിച്ചത് കാരണം, പ്രത്യേകിച്ച് സ്ത്രീ അതിൽ മുമ്പിട്ട് നിന്നത് കാരണം ആ സ്ത്രീയെ ഭരിക്കുവാൻ അവളുടെ ഭർത്താവിനെയാണ് ഏൽപ്പിച്ചത്. അവൻ അവളെ ഭരിക്കും. അതിന് ഒരു മാറ്റമില്ല. ഇനി കർത്താവ് വന്ന് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ ദൈവത്തിൻ്റെ ഈ വാക്കിന് മാറ്റമില്ല. എന്നാൽ ഇന്ന് എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ ഭരണം നടക്കുന്നു? ഇത് ദൈവം നിശ്ചയിച്ചതാണ്, ദൈവം വിധിച്ചതാണ്. അങ്ങനെ വന്നാൽ ആ കുടുംബങ്ങളിൽ, ദൈവം നിശ്ചയിച്ചതിൻ്റെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിൽ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും? ദൈവത്തെ അനുസരിക്കുന്നവരിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ആ ലൈനിൽ തന്നെ കാര്യങ്ങൾ നിൽക്കണം. അതല്ല എങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാര്യം സ്ത്രീ പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീയെ സെപ്പറേറ്റ് സൃഷ്ടിച്ചിട്ടില്ല. പുരുഷനെ സൃഷ്ടിച്ചതുപോലെ സെപ്പറേറ്റ് അല്ല സ്ത്രീയെ സൃഷ്ടിച്ചത്. ആ പുരുഷൻ്റെ തന്നെ ഒരു അവയവത്തിൽ നിന്ന് അവൻ്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആ സ്ത്രീയുടെ തല ആ പുരുഷൻ തന്നെയാണ്. അത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അത് എഫെസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എത്ര കുടുംബങ്ങൾ ഇന്ന് ദൈവവചനപ്രകാരം ജീവിക്കുന്നു? ഇനി അടുത്ത് ക്രിസ്മസ്. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. എല്ലാവർക്കും വളരെ സന്തോഷം വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ജന്മദിനം എന്നുള്ള രീതിക്കാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നാമും നമ്മുടെ സന്തതികളും മക്കളും മക്കളുടെ മക്കളും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അറിയാൻ വേണ്ട കാര്യം ഇതിനകത്ത് എഴുതി തന്നിട്ടുണ്ട്. കർത്താവ് ജനിച്ച ദിവസം വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു. ആ മാതാവ് ഒരിക്കലും അത് മറക്കില്ല. ആ തൻ്റെ മരണം വരെ തനിക്ക് ആ സംഭവങ്ങൾ മറക്കുവാൻ സാധ്യമല്ല. ആ മാതാവ് അവസാന നാളുകളിൽ ജീവിച്ചത് അപ്പോസ്തലനായ യോഹന്നാനോട് കൂടെയാണ്. യോഹന്നാൻ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 5 പുസ്തകം എഴുതിയ ആളാണ്. ഇതിൽ നമ്മൾ അറിയണമായിരുന്നുവെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും യോഹന്നാൻ ഇത് കുറിക്കുമായിരുന്നു. ആ ദിവസം എഴുതിയില്ല. നമ്മൾ അറിയേണ്ടതല്ല. അത് അറിഞ്ഞാൽ നമ്മളിതുപോലെ അനാചാരങ്ങളിൽ ചെന്നുപെടും, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെന്നുപെടും. അതുകൊണ്ടാണ് ദൈവം ആ ദിവസം നമ്മളെ അറിയിക്കാത്തത്. എന്നാൽ ഇന്ന് ഈ ദിവസം ഡിസംബർ 25 എന്നുള്ളത് ആ പ്രദേശങ്ങളിൽ മിത്രദേവൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചിരുന്നു. ഇനി അത് നമുക്ക് വേണ്ട, അത് ബാധകമല്ല, വിടാം. അങ്ങനെയാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ കർത്താവ് ജനിച്ച ദിവസം അല്ല എങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വചനം കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പ്രവർത്തിക്കുന്നവനും പുറത്താണ്. ദൈവരാജ്യത്തിന് അവന് പ്രവേശനമില്ല. നമ്മളായിട്ട് വിടിയ വെള്ളം കോരിയിട്ട് കുടമിട്ട് ഉടച്ച അവസ്ഥയല്ലേ അത്? വെറും ഒരു ക്രിസ്മസ് ശരിയല്ലാത്ത ദിവസത്തിൽ കള്ളത്തരമായിട്ട് ആചരിച്ച് നമുക്ക് കിട്ടേണ്ട വലിയൊരു നന്മയെ നമ്മൾ നഷ്ടമാക്കുകയല്ലേ അതിലൂടെ ചെയ്യുന്നത്? ഇനി പുതുവർഷം എന്ന് പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ വർഷം
ക്രിസ്ത്യൻ ഇറ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആ വർഷം തുടങ്ങുന്നത് ജാനുവരി എന്നാണ്. ഈ ജാനുവരി എന്ന് പറയുന്നത് ജനസ് ദേവൻ്റെ പേരിലുള്ള മാസമാണ്. ജാനുവരി, ഫെബ്രുവരി, ഫെബസ് ദേവി, മാർച്ച് ദേവൻ, ഇങ്ങനെ ഓരോന്നും റോമാദേവന്മാരുടെ പേരിലാണ്. നമ്മൾ അതിനെയാണ് നമ്മുടെ പുതുവർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതിലെല്ലാം താല്പര്യങ്ങൾ വേറെയാണ്. നമുക്ക് വേണ്ടി ദൈവം പ്രത്യേകം പറഞ്ഞു, നമ്മൾ 1-ാം തീയതിയായിട്ട് കാണണമെങ്കിൽ ഒന്നിൽ ആബീബ് മാസം എടുക്കണം, അല്ലെങ്കിൽ ഏത്താനി മാസം എടുക്കണം. രണ്ടും വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല, അതാരും അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. നമ്മൾ ജനസ് ദേവൻ്റെ ദിവസത്തെ നമ്മുടെ ദൈവത്തിൻ്റെ ഉദ്ഘാടനമായിട്ടെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിൽ അനേക ചതിക്കുഴികളുണ്ട്. അതുപോലെ ക്രൂശ് മരണം ഇന്ന് അതിൻ്റെ ദുഃഖാചരണം, അത് ഏതാണ്ട് എല്ലാ വിഭാഗക്കാരും ദുഃഖാചരണം. ചിലർ ഒരു ദിവസം ആചരിക്കുന്നവരുണ്ട്, ഒരാഴ്ച ആചരിക്കുന്നവരുണ്ട്. ആഷ് വെഡ്നസ്ഡേ, ചാരബുധൻ തൊട്ട് ഈസ്റ്റർ വരെ ഇത് ആചരിക്കുന്നവരുണ്ട്. ഇത്രയും ദിവസം ഉപവാസം എടുക്കുന്നവരുണ്ട്. വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ഈ പാടുമരണത്തെക്കുറിച്ച് തൻ്റെ പ്രധാന ശിഷ്യനായ പത്രോസിനോട് കർത്താവ് പങ്കുവച്ചു. അതിനു മുമ്പേ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിനെ ഏൽപ്പിച്ചിരുന്നു. ആ പത്രോസിനോട് അത് കഴിഞ്ഞിട്ട് ഈ ക്രൂശ് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് രഹസ്യമായിട്ട് കർത്താവിനെ വിളിച്ച് മാറ്റി നിർത്തി, നിനക്കിത് സംഭവിച്ചാൽ നമ്മുടെ എല്ലാം പേര് നാശമാവും. നമുക്കിപ്പോൾ ഒരു പേരും ക്രെഡിറ്റും ഒക്കെ ഉണ്ട്, ഇത് എന്ത് വന്നാലും സംഭവിക്കാൻ പാടില്ല എന്നാണ് ഉപദേശിച്ചത്. കർത്താവ് വേറെ ഒന്നും ചെയ്തില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്ത പത്രോസിനെ പോ സാത്താനെ എന്നാണ് പറഞ്ഞത്. എന്നെ വിട്ട് പോ സാത്താനെ, നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദുഃഖാചരണം നടത്തുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മളെ ദൈവം എന്ത് വിളിക്കും, ഏത് പേര് പറഞ്ഞ് വിളിക്കും? ഇത് സംഭവിക്കാതെ, ഇത് ദൈവത്തിൻ്റെ പദ്ധതി. ഈ പദ്ധതി നടക്കാതിരുന്നെങ്കിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടോ? ഇനി ഈ മരണത്തിൽ കൂടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കാതെ പോയിരുന്നെങ്കിൽ ശരി, ഇത് എന്നേക്കായി ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി ഒരു ത്യാഗം സഹിച്ചത്. അതിനെ നമ്മൾ മറക്കുന്നുവെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ദൈവത്തിന് നന്ദി കൊടുക്കേണ്ട സ്ഥാനത്ത്, ദൈവത്തിന് നന്ദി, ഇത്രയും വലിയൊരു ത്യാഗം നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തിന് നന്ദി കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ അതിനെക്കുറിച്ച് വിലപിക്കുന്നുവെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇനി സാധാരണ പല പാസ്റ്റർമാരും അല്ല പ്രാസംഗികന്മാരും അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണികളെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കും, സ്തോത്രം പറയിക്കും, ആമൻ പറയിപ്പിക്കും, കൈയടിപ്പിക്കും. ഇങ്ങനെ പല പരിപാടികളുണ്ട്. ഇത് നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇത് നമുക്കൊരു വലിയ കെണിയാണ്. ഇവർ അതിന് തൊട്ട് മുമ്പ് എന്താണ് പറഞ്ഞതെന്ന് അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചിരിക്കണം. വചനത്തിൻ്റെ കറക്റ്റ് വചനമല്ലാതെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് വചനത്തിനെ വളച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കൈയടിക്കുകയും അല്ലെങ്കിൽ സ്തോത്രം പറയുകയും ഹല്ലേലൂയ പറയുകയും ചെയ്താൽ നമ്മളതിനെ ഏറ്റെടുത്തവരായി. അങ്ങനെ തന്നെ എന്ന് നമ്മൾ സംഭവിച്ചു, നമ്മൾ കുടുങ്ങി. അതാണ് സദൃശ്യവാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. നമ്മുടെ വായിലെ മൊഴികളാൽ നമ്മൾ കുടുങ്ങിപ്പോയി. നമ്മളെ പിന്നെ വിടുവിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിടുവിക്കേണ്ടി വരും, ദൈവം വിടുവിക്കില്ല. നമ്മളായിട്ട് ഏറ്റു പറഞ്ഞ് കുടുങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ഇന്നത്തെ പ്രസംഗ ശൈലിയൊക്കെ ഈ വചനത്തിൽ നിന്ന് വളരെ ഡീവിയേറ്റ് ചെയ്തു പോയി. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരുന്നെങ്കിൽ നമ്മളും കൈയടിക്കും, ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും, നമ്മൾ കുടുങ്ങി. ഇനി ദൈവം പലപ്പോഴും നമുക്ക് പല മുന്നറിയിപ്പുകൾ തരാറുണ്ട്.
പക്ഷെ നമ്മളിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. അത് ആദ്യത്തെ മനുഷ്യൻ തൊട്ട് ഇന്ന് വരെ ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമകാലീന എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഉൽപ്പത്തിയിൽ ആദ്യം ദൈവം അവരോട് പറഞ്ഞു, ഇത് തിന്നരുത്, ഇത് ചെയ്യരുത്, തിന്നരുത്, തിന്നു. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. അടുത്ത് കയ്യിന് ഉപദേശം കൊടുത്തു, പാവം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിനെ കീഴടക്കണം. നന്മ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല. അവനും ശപിക്കപ്പെട്ടു. യോശുവയോട് പറഞ്ഞു, യെരിഹോ ആക്രമിച്ചപ്പോൾ ശപഥാർപ്പിത വസ്തുക്കളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ അതിൽ ഒരുത്തൻ യോശുവ എടുത്തില്ല. ഒരു പടയാളി ശപഥാർപ്പിത വസ്തു എടുത്തു. അത് കാരണം മൊത്തം എല്ലാവരും ശപിക്കപ്പെട്ടു. അടുത്ത യുദ്ധത്തിൽ പരാജയപ്പെട്ടു. വളരെ വളരെ വില കൊടുക്കേണ്ടി വന്നു. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ശൗലിനോട് ദൈവം പറഞ്ഞു, അമാലേക്യരെ ശപഥാർപ്പിതമായി സംഹരിക്കാൻ പറഞ്ഞു. ശൗൽ നോക്കിയപ്പോൾ അവിടെ നല്ല കൊഴുത്ത ആടും മാടുമുണ്ട്. അതിനെ കൊണ്ടുവന്നാൽ ദൈവത്തിന് യാഗം കഴിപ്പിക്കാം. അതൊരു നല്ല കാര്യമല്ലേ? ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം താൻ ചെയ്തു എന്നുള്ള ഭാവത്തിൽ അതിനെയൊക്കെ കൊണ്ടുവന്നു. അവസാനം ദൈവം ചോദിച്ചത്, എൻ്റെ വാക്കനുസരിക്കാതെ നീ കൊള്ളയ്ക്ക് ചാടിയത് എന്തെന്നാണ് ശൗലിനോട് ചോദിച്ചത്. അത് കാരണം അവൻ്റെ രാജ്യത്വവും നഷ്ടപ്പെട്ടു. അവൻ വലിയ പരാജയത്തിൽ ശൗലിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ്. ഇത് കണ്ടിട്ടും നമുക്ക് മുൻകരുതലെടുക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആ പ്രമാണങ്ങളിൽ കൂടെ ഉള്ള മുന്നറിയിപ്പുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഇനി ഒരു കാര്യം ദൈവം നമ്മോട് ആജ്ഞാപിച്ചാൽ അല്ലെങ്കിൽ കൽപ്പിച്ചാൽ അത് അതിൻ്റെ സമയത്ത് ചെയ്തിരിക്കണം. ആ സമയം തെറ്റിയാൽ പിശാച് അവിടെ അവകാശം പറയും, പിന്നെ അത് നടക്കില്ല. അതുകൊണ്ടാണ് ദൈവം ഓരോന്നിനും സമയം കുറിച്ച് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാർക്ക് ആജ്ഞ കൊടുക്കുമ്പോൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞു. ഭൂലോകത്തിലൊക്കെയും പോകാൻ പറഞ്ഞു. മുമ്പേ സുവിശേഷം എപ്പോൾ അവസാനം വരുമെന്ന് വെച്ചാൽ മുമ്പേ സുവിശേഷം സകല ജാതിയോടും പ്രസംഗിക്കേണ്ടതാണ്. പക്ഷേ അതവർക്ക് നിവർത്തിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് പത്രോസിനെ വീണ്ടും തുപ്പട്ടി കാണിച്ചു കൊടുത്ത് അതിൽ കൊർണോലിയോസിൻ്റെ ആ വിഷയം എടുത്ത് കാണിച്ച് ജാതികളുടെ ഇടയ്ക്ക് പോകാൻ പറഞ്ഞു. പോയില്ല. തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വ്യക്തമായി പറയുന്നു, തക്ക സമയത്ത് നിവൃത്തി വരേണ്ട സുവിശേഷത്തിനായിട്ടാണ് തന്നെ സാക്ഷിയാക്കി തിരഞ്ഞെടുത്തത്. അത് വാസ്തവവും സത്യവുമാണെന്ന് പറയുന്നു. പക്ഷേ തന്നെക്കൊണ്ടും അത് നിവൃത്തിയാക്കുവാൻ സാധിച്ചില്ല. എല്ലാ അപ്പോസ്തലന്മാർക്കും ഇതിൻ്റെ സീരിയസ്നെസ് അറിയാം. വരവിന് വേണ്ടി ബന്ധപ്പെടുത്തണമെന്ന് പത്രോസ് വളരെ വ്യക്തമായിട്ട് തൻ്റെ 2ാമത്തെ ലേഖനത്തിൽ എഴുതി. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഡു യുവർ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് കം സൂൺ. എന്നാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഡു യുവർ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് കം സൂൺ എന്നാണ് ഇംഗ്ലീഷ് വിവർത്തനം. അപ്പോൾ അത്രയും സീരിയസ് ആയ ഒരു വിഷയം ഇവരത്രയും സീരിയസ് ആയിട്ട് ഒരു അപ്പോസ്തലനും എടുത്തില്ല. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അധർമ്മമൂർത്തി പിടിയിറുക്കുന്നതിന് മുമ്പേ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തത്. സാധിച്ചില്ല, പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അധർമ്മമൂർത്തി തേർവാഴ്ച നടത്തുന്നു. വിഗ്രഹാരാധന. പുറപ്പാട് പുസ്തകത്തിൽ തൻ്റെ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ പ്രതിമയുടെ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിഗ്രഹമുണ്ടാക്കരുത്. എന്നാൽ ഇന്ന് ക്രിസ്തീയ ദേവാലയങ്ങളിൽ തന്നെ, ക്രിസ്തീയ ദേവാലയമെന്ന് അവകാശപ്പെടുന്ന സ്ഥാനങ്ങൾ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, എന്നെക്കാൾ അപ്പനെയോ അമ്മയെയോ മക്കളെയോ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എനിക്കുള്ളവനല്ല എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഗ്രഹം കടന്നുകൂടി. ഒരു വിഗ്രഹം അതിൻ്റെ മധ്യേ വന്നു. പഴയ ആ ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കിയാൽ ഒരു ദെബോര എന്നൊരു പ്രവാചകി ബാരാക്കിനോടൊരു കൽപ്പന കൊടുക്കുന്നു. കാനാന്യ രാജാവായ യാബീനും അവൻ്റെ സൈന്യാധിപനുമായ സിസേറയും ദൈവജനത്തെ ആക്രമിച്ചപ്പോൾ സിസേറയെ ഈ ബാരാക്കിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ദൈവം ഒരു പദ്ധതി ഇട്ടു. അത് ദെബോരയിൽ കൂടെ അറിയിച്ചു. എന്നാൽ ബാരാക്ക് പറഞ്ഞത്, നീ കൂടെ വരെയാണെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും വിശ്വാസം ഈ പ്രവാചകിയെ. പിന്നെ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കും? ഇതാണ് നമ്മുടെ എല്ലാം പറയാം. ഇന്ന് എല്ലാവർക്കും ദൈവത്തെക്കാളും പ്രവാചകന്മാരെയും പാസ്റ്റർമാരെയുമാണ് വിശ്വാസം. ദൈവത്തിനും നമ്മുടെയും ഇടയിൽ ഒരു പ്രതിമയായിട്ട് അല്ലെങ്കിൽ ഒരു വിഗ്രഹമായിട്ട് ഇവരവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കർത്താവിൻ്റെ അമ്മയായ മറിയ ഉയിർത്തെഴുന്നേറ്റതായിട്ട് 2-ാം നൂറ്റാണ്ടിൽ പ്രചരണം തുടങ്ങി. 4-ാം നൂറ്റാണ്ടിൽ അത് സ്ഥാപിച്ച് ആരാധന തുടങ്ങി. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കണം. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. പിന്നെ ഇനി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കർത്താവ് പുനരുദ്ധാനത്തിൻ്റെ ആദ്യത്തെ ഫലം കർത്താവാണ്. ഇനി അത് കഴിഞ്ഞ് ഒരു പുനരുദ്ധാനം നടക്കണമെങ്കിൽ കർത്താവ് രണ്ടാമത് വന്ന് വേണം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതല്ലാതെ അതിനു മുമ്പ് ഒരു പുനരുദ്ധാനമില്ല. അപ്പോൾ ഈ മറിയ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈ ബൈബിൾ തിരുത്തി എഴുതേണ്ടി വരും. ഈ വചനങ്ങളെല്ലാം മാറ്റി എഴുതണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം മാറ്റി എഴുതണം. എങ്കിൽ മാത്രമേ മറിയയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ മറിയ ഇവിടെ തന്നെ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമല്ലേ ആരാധിക്കാനൊക്കെ. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ബൈബിൾ തന്നെ തിരുത്തി എഴുതേണ്ട അവസ്ഥയിൽ ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കള്ളം ചെയ്താൽ അത് തിരുത്താൻ വേണ്ടി 100 കള്ളം ചെയ്യേണ്ടി വരും. നമ്മൾ പോഷ്ക്ക് പറയുന്നവരുമായി തീരും, പോഷ്ക്ക് വിശ്വസിക്കുന്നവരുമായി തീരും, പോഷ്ക്ക് പ്രവർത്തിക്കുന്നവരുമായി തീരും. അതിൽ കൂടെ നമുക്ക് വരുന്ന നഷ്ടം സ്വർഗരാജ്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുപോലെ പുണ്യവാളന്മാർ, നല്ലൊരു പേരാണ് പുണ്യവാളന്മാർ, സെയിൻറ്റ്, വിശുദ്ധന്മാർ. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, അവർ നൂതനമായി ഉത്ഭവിച്ച മിഥ്യാമൂർത്തികളെന്നാണ് ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നത്. യെശയ്യാ പ്രവചനം പറയുന്നു, ജീവനുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരോടോ അരുളപ്പാട് ചോദിക്കുന്നത്. കാര്യം ഉയിർത്തെഴുന്നേറ്റവനോടുകൂടെ അല്ലാതെ നമുക്ക് ബന്ധപ്പെടാൻ അധികാരമില്ല, അവസരമില്ല. അത് വേറെ ലെവലാണ്. ഇവിടെ ഈ പുണ്യവാളന്മാരെല്ലാം മരിച്ചടക്കപ്പെട്ടു. ഇവരാരും ഉയർത്തെഴുന്നേറ്റതായിട്ട് ഇന്ന് വരെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുവെങ്കിൽ അത് ആത്മാവ് വേറെയാണ്. ദൈവവചനത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആത്മാവ്, നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിപരീതമായി, അത് സാത്താൻ്റെ ആത്മാവ്. സാത്താനിലൂടെ മാത്രമേ അങ്ങനെയുള്ള പ്രവൃത്തികൾ വരൂ. നമുക്ക് തന്നെ അറിയാം, മന്ത്രമൂർത്തിയെ സൃഷ്ടിക്കുന്നത് ഇതേ മെത്തേഡിലാണ്. ഈ പുണ്യവാളന്മാരെ ഉണ്ടാക്കുന്ന ഇതേ മെത്തേഡിലാണ് ഈ മന്ത്രമൂർത്തിയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് അധമവും ഇത് പുണ്യവുമോ? ഇങ്ങനെ നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നു.
പ്രത്യേകിച്ച് POC ബൈബിളിൽ പ്രഭാഷണങ്ങളിൽ പറയുന്നത്, മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ കേട്ട വചനത്തെ പോലെ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ അവർ മറഞ്ഞിരിക്കണം. അതാണ് അടിസ്ഥാന പ്രമാണം. എന്നാൽ ഇതിനൊരിക്കൽ ലംഘനം വന്നു. എപ്പോഴെന്ന് ചോദിച്ചാൽ, സിറിയൻ അന്ത്യോക്കസ് യെരുശലേം ദൈവാലയം നശിപ്പിച്ചപ്പോൾ അതിനെതിരെ പോരാടാൻ ഇവർക്ക് ശക്തിയില്ലാതെ വന്നു. അപ്പോൾ അവിടെ ഒരു ചാവേർ ഗ്രൂപ്പ് എണീറ്റു, മക്കാബിയർ കുടുംബം. അവർക്ക് ആളുകളെ സംഘടിക്കണമായിരുന്നു. അവരതുകൊണ്ട് ഇങ്ങനെ ചാവേറുകളായിത്തീരുന്നവർ അവർ സ്വർഗത്തേക്ക് എടുക്കപ്പെടും. ഇന്ന് ISകാർ പറയുന്ന അതേ സിദ്ധാന്തം പ്രചരിപ്പിച്ച് ഇതുപോലെ അവർ റിക്രൂട്ട് ചെയ്തു ആളുകളെ. അങ്ങനെ വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സംഘടിച്ചു. ആ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചു. അത് ബൈബിൾ വചനത്തിന് വിപരീതമാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് സ്വസ്ഥമായിരിക്കണം, ആത്മാവിന് ഭംഗം വരുത്തരുത്. അതാണ് മരിച്ച ശമൂവേലിൻ്റെ വരുത്താൻ ശ്രമിച്ച ശൗലിന് കിട്ടിയ സമ്മാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിറ്റേ ദിവസം താനും തൻ്റെ പുത്രന്മാരും എല്ലാം ഭൂമിയിൽ വിട്ടൊഴിഞ്ഞ് പോകേണ്ട അവസ്ഥ വന്നു. ദൈവവചനം ധിക്കരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. പ്രത്യാഘാതം ചിലപ്പോൾ വലുതായിരിക്കും. അതുപോലെ ആർപ്പിടൽ, നമ്മളെല്ലാം ഇന്നത്തെ സഭകളിൽ, ന്യൂ ജനറേഷൻ സഭകളിൽ ആർപ്പിടൽ, അതായത് അടിച്ച് പൊളിച്ച് ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. ഇത് നമുക്ക് ചില അനുഭവങ്ങളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, യോശുവ തൻ്റെ ജനത്തെ നയിച്ച് യെരിഹോവിന് നേരെ പുറപ്പെട്ടപ്പോൾ അവർ അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു, അവർ അകത്തോട്ട് പ്രവേശിച്ചു. അത് എന്തുകൊണ്ടെന്നാൽ അവർ അതിന് തൊട്ട് മുമ്പേ പരിച്ഛേദനയേറ്റ് എല്ലാം വിശുദ്ധന്മാരായിരുന്നു. ആ വിശുദ്ധന്മാർക്ക് പ്രവേശിക്കുവാനുള്ള വഴി അതിൽ കൂടെ ഒരുങ്ങി. അവരാർപ്പിട്ടത് സ്വർഗം അംഗീകരിച്ചു. എന്നാൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഏലിയുടെ മക്കളായ ഫിനെഹാസും ഹൊഫ്നിയും ഫിലിസ്തീയരോടുള്ള യുദ്ധം എളുപ്പത്തിൽ ജയിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പെട്ടകവുമായിട്ട് അങ്ങോട്ട് പോയി. ഇതുപോലെ അവരും ആർപ്പിട്ടു, ഇതുപോലെ ശബ്ദമുണ്ടാക്കി, കോലാഹലമുണ്ടാക്കി. എതിർപ്പാളയം ഭയപ്പെട്ട് വിറച്ചു. പക്ഷെ സംഭവിച്ചതെന്താണ്? അല്പം കഴിഞ്ഞപ്പോൾ ഏലിയുടെ ഈ 2 മക്കളും യുദ്ധത്തിൽ പട്ടുപോയി. പെട്ടകം പിടിപെട്ടു. അങ്ങനെയും സംഭവിക്കാം ആർപ്പിടുമ്പോൾ. ഇനി മറ്റൊന്ന്, ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ വേണ്ടി നൃത്തം ചെയ്ത് വാദ്യകിന്നരങ്ങൾ വായിച്ച് അതിബൃഹത്തായ പദ്ധതികളോടുകൂടി ഇതുപോലെ ഒരു യാത്ര പോയി. പെട്ടകമെടുത്ത് വണ്ടിയിൽ കയറ്റി യാത്ര പുറപ്പെട്ട് കുറേ ദൂരമെത്തിയപ്പോൾ കാള വിരണ്ടു. ഉസ പെട്ടകം പിടിക്കാൻ ശ്രമിച്ചു, ഛേദിക്കപ്പെട്ടു. എന്നാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഫെലിസ്തീയർ ഈ പെട്ടകം അവിടെ എത്തിച്ചത് ഇതുപോലൊരു വണ്ടിയിലാണ്. പക്ഷേ അവിടെ ദൈവം അവരോട് കോപിച്ചില്ല. അവർക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയില്ല. ഈ ദാവീദ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയേണ്ടവൻ അവൻ ആ പ്രമാണം തെറ്റിച്ചപ്പോൾ തോളിൽ ചുമക്കേണ്ട പെട്ടകം വണ്ടിയിൽ കയറ്റിയപ്പോൾ അവിടെ ഒരു വലിയ ഛേദം വന്നു. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആർപ്പിടുമ്പോൾ അതിൻ്റെ വ്യവസ്ഥ പ്രകാരം കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വലിയ തിരിച്ചടിയാകും. ഇനി ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാനാൻ ദേശത്തിൽ പ്രവേശിച്ചത് ഇവരെല്ലാം പരിച്ഛേദനയേറ്റ 6,00,000 ചില്ലുവാനം ജനം, 6,35,50 പുരുഷന്മാരുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ആ പ്രായത്തിന് മുകളിലുള്ളവരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു.
ഇത്രയും പേർ ഇതിലെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനയേറ്റവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ ഇവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. പിന്നെ അടുത്ത തലമുറയാണ് ദൈവം അവിടെ നിന്ന് യോർദാൻ കടത്തിയത്, കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്. ഈ കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചതിൽ വെറും 2 പേര് മാത്രമാണ് പരിച്ഛേദനയേറ്റവരുണ്ടായത്, ഒരു കാലേബും യോശുവയും. ഈ 2 പേര് മാത്രമാണ് പരിച്ഛേദനയേറ്റ. ബാക്കി എല്ലാവരും യോർദാൻ കടന്ന് അപ്പുറത്ത് പോയതിന് ശേഷം അവിടെ വച്ച് ആ പ്രദേശത്ത് അഗ്രചർമ്മഗിരിയിൽ വച്ചാണ് അവർ പരിച്ഛേദനയേറ്റത്. ഇതുപോലെ ഇനി സംഭവിക്കും. ദൈവരാജ്യത്ത്, കാനാൻ ദേശം എന്നാണ് ദൈവരാജ്യത്തിൻ്റെ നിഴലാണ്. ദൈവരാജ്യത്ത് പോവാൻ സ്നാനപ്പെട്ട് ഈ വേഷം കെട്ടി നിൽക്കുന്ന ആരും ചിലപ്പോൾ പോയില്ലെന്ന് വരും. ദൈവം അഗ്രചർമ്മികളെ, ഈ പറഞ്ഞതുപോലത്തെ അവസ്ഥയിലായിരിക്കുന്നവരെ ശുദ്ധീകരിച്ച് അവരെ ഹൃദയ പരിച്ഛേദന കൊടുത്ത് മാനസാന്തരം കൊടുത്ത് അവരെ കൊണ്ടുപോകും. ഇവിടെ ഇതിനായി വേഷം കെട്ടിക്കിടന്നവനെല്ലാം ഇവിടെ കിടക്കും. ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മുമ്പിൽ ഇതെല്ലാം സംഭവിച്ചതാണ്. ഇതിൻ്റെ എല്ലാം നിഴൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി നമുക്ക് ദൈവം ദാസന്മാരിലൂടെ തന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു നിർദ്ദേശമുണ്ട്. സാത്താനോട് എതിർക്കുക. സാത്താനോട് എതിർത്താൽ മാത്രമേ അവൻ നമ്മെ വിട്ട് ഓടിപ്പോവുകയുള്ളൂ. പക്ഷേ ഇന്ന് അതിനാർക്കും വയ്യ. കാര്യം അതിനോട് എതിർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ല നഷ്ടം വന്നാലോ, ചിലപ്പോൾ കഷ്ടങ്ങൾ വന്നാലോ, പ്രയാസങ്ങൾ വന്നാലോ, അതുകൊണ്ട് അവൻ്റെ ആളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവനിൽ നിന്നുള്ള സഹായവും കിട്ടും, നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലേ എന്താനും. അവൻ്റെ ആളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് സഹായവും ചെയ്യും, ഏത് സാമ്പത്തിക സഹായവും ചെയ്യും, ഏതിനും അവൻ തയ്യാറാകും അവർക്ക് വേണ്ടി. പക്ഷേ സ്വർഗം ദുഃഖിക്കും. നമ്മളെ സൃഷ്ടികർത്താവ്, നമുക്ക് വേണ്ടി ജീവനെ കളഞ്ഞ നമ്മുടെ കർത്താവ് ദുഃഖിക്കും. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് താൽക്കാലികമായി നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് നമ്മളാരും ഇതിന് തയ്യാറല്ല. യാക്കോബ് എത്ര വ്യക്തമായി പറയുന്നു, നമ്മളങ്ങനെ എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. പത്രോസും പറയുന്നു, എതിർത്ത് നിൽപ്പീൻ. അവൻ അലർന്ന സിംഹം എന്ന പോലെ വരും, പക്ഷെ എതിർത്ത് നിൽപ്പീൻ. ജയം തരുന്നത് നമ്മുടെ ദൈവമാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. അവൻ്റെ ആളുകളായിട്ട് നിന്ന് അവനെ എതിർക്കണമെങ്കിൽ ആദ്യം അവൻ്റെ എതിർവശത്തോട്ട് നമ്മൾ വരണം. അവൻ്റെ ആളുകളായിട്ട് നിന്ന് നമുക്ക് ഒരിക്കലും അവനെ എതിർക്കുവാൻ സാധ്യമല്ല. അവൻ്റെ നക്കാപിച്ച് അവൻ തരുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവൻ്റെ കൂടെ നിൽക്കാനേ പറ്റൂ. അവൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് നിൽക്കാനേ വെക്കൂ. ദൈവത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വന്നാൽ അവൻ ശത്രുഭാഗത്ത് വരുമ്പോൾ അവനുമായിട്ട് നമുക്ക് ഏറ്റുമുട്ടാം, അവനെ നമുക്ക് പരാജയപ്പെടുത്താം, അവനെ തകർക്കാം. അതിനൊന്നും ആർക്കും വയ്യ. ആ രീതിക്കൊന്നും ആർക്കും തയ്യാറാവാൻ വയ്യ. സ്വർഗം ദുഃഖിക്കുന്നു നമ്മളെ നോക്കി. അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജന്മസാഫല്യത്തിലെത്തുന്നത് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിലെത്തുന്നത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റുമ്പോഴാണ്. കാര്യം ദൈവം വെറുതെ ഒരു സൃഷ്ടിയും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കാര്യം തന്നെ നോക്കാം. നമ്മൾ ഒരു മെഷീനോ മറ്റേതെങ്കിലും ഒരു സൃഷ്ടി, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്കൊരു ആവശ്യം കാണും അതിനെക്കുറിച്ച്. അതിനു വേണ്ടിയാണ് നമ്മളതിനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യം അതിലൂടെ നിവൃത്തിയായില്ലെങ്കിൽ നമ്മൾ അതിനെ അടിച്ചുറച്ച് ദൂരെ കളയും. അപ്പോൾ അതേസമയം അത് നമ്മുടെ ആഗ്രഹം നിവർത്തിച്ചാൽ നമ്മളതിനെ സൂക്ഷിക്കും. ഇതുപോലെയാണ് ദൈവവും. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിവർത്തിയാക്കുമ്പോഴാണ് നമ്മളെ ദൈവത്തിന് ഇഷ്ടമാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തിയാകുന്നത്. നമ്മൾ ജന്മസാഫല്യത്തിലെത്തുന്നത് അപ്പോഴാണ്. ഇതിപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ വഴി കിടക്കുന്നു, നമുക്കതിന് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിത ലക്ഷ്യം, ദൈവം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് മരണത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്.
അതിന് നമുക്ക് സാധിക്കുന്നില്ല. അത് നടക്കണമെങ്കിൽ കർത്താവ് വരണം. അത് വരാത്ത രീതിയിൽ നമ്മൾ തന്നെ കർത്താവിൻ്റെ വഴി അടച്ചു. നമ്മൾ ശത്രുവിൻ്റെ പിണിയാളികളായി പ്രവർത്തിക്കുന്നു. അവന് വാഴ്ച നീട്ടിക്കൊടുത്ത് നമ്മൾ അവനെ സഹായിക്കുന്നു. ഇതെല്ലാം നമുക്ക് വലിയ കെണിയായി വരികയാണ്. അതേസമയം നമ്മുടെ ദൈവമാണെങ്കിലോ നമ്മോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ നമ്മളോടുകൂടെ വസിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ്. ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ആ കുറവ് നിവർത്തുവാൻ, ആ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ ശ്രേഷ്ഠന്മാരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. എന്നാൽ നാം ദൈവം പറഞ്ഞത് ഒന്നും അനുസരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നേർവിപരീതമായിട്ട് ചെയ്ത് ആദ്യം ദൈവത്തിൽ നിന്ന് ഒളിക്കേണ്ടി വന്നു. തിന്നരുതെന്ന് പറഞ്ഞ കാര്യം തിന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ട അവസ്ഥ വന്നു. അടുത്ത് കയ്യിനോട് നന്മ ചെയ്യാൻ പറഞ്ഞു. പാപം വാതിൽകൾ കിടക്കുന്നു, അതിനെ കീഴടക്കാൻ പറഞ്ഞു. സാധിച്ചില്ല. കുറ്റമില്ലാത്ത രക്തം ചിന്തി ഭൂമിയെ അശുദ്ധമാക്കി. അതോടുകൂടെ ദൈവം തൻ്റെ വാസം സ്വർഗത്തിലാക്കി. മനുഷ്യനോടുകൂടെ വസിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് സൃഷ്ടിച്ച് കൂടെയായിരുന്ന ദൈവം പിന്നെ ചില ഭക്തന്മാരോടുകൂടെ മാത്രമാണ് ദൈവം ഇറങ്ങി വന്നത്. ആ ഒരു അവസ്ഥയിലെത്തി. ഭൂമി അശുദ്ധി കൊണ്ട് നിറഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു ഒരു വിശുദ്ധ മന്ദിരമുണ്ടാക്കുവാൻ. മോശ അങ്ങനെ വിശുദ്ധ മന്ദിരമുണ്ടാക്കി. അങ്ങനെ കുറേ കാലം ദൈവ സാന്നിധ്യം ആ മന്ദിരത്തിലുണ്ടായിരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവാലയവും അശുദ്ധി കൊണ്ട് നിറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞു കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ആ ഒരവസ്ഥയിലെത്തി. പിന്നീട് ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, നമ്മോടുകൂടെ വസിക്കുവാൻ, നമ്മളോട് കണ്ണീർ തുടയ്ക്കുവാൻ, നമ്മളോടുകൂടെ ആ സ്നേഹബന്ധത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെയാണ് നമ്മൾ അട്ടിമറിച്ചത്. നമ്മളോടുകൂടെ വസിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാം ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ അട്ടിമറിച്ച് അതിനെല്ലാം നമ്മളായിട്ട് പരാജയപ്പെടുത്തി. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നാമായിട്ട് പരാജയപ്പെടുത്തി. നമ്മളിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇനിയെങ്കിലും ഉണരുക, ഇനിയെങ്കിലും ഉണരുക. നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരുപാട് പ്രവൃത്തികളുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ വിപരീതമായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ദൈവകൽപ്പന, അത് ദൈവത്തെ ഭയപ്പെട്ടല്ല. അത് ചില വിഷയങ്ങൾ രാജ്യത്തിൻ്റെ തന്നെ നിയമങ്ങളായതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളെ ഭയപ്പെട്ട് നമ്മളതിന് കീഴ്പ്പെടുന്നു, അതനുസരിക്കുന്നു. മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവകൽപ്പനകൾ ഇത്രത്തോളം ലംഘിക്കുന്നതെന്നും അങ്ങനെ ലംഘിച്ചിട്ടും ദൈവം ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടെന്നും നമുക്കൊന്ന് നോക്കാം. പത്രോസ് അപ്പോസ്തലൻ്റെ നിരീക്ഷണത്തിൽ നോക്കാം. 1 പത്രോസ് 2:8 പറയുന്നു, അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ച് മിരിക്കുന്നു. അപ്പോൾ സത്യമായ വചനം ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ അതിനനുസരിക്കാതെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനനുസരിച്ച് അതിനെ ഒടിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇതുപോലെ ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. വചനം അനുസരിക്കായാൽ അവർ ഇടറിപ്പോകുന്നു, അതിനെ അവരെ വച്ച് മരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പും ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി അടുത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കാം. ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു.
അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ വരം ഇപ്പോൾ ആർക്കും വേണ്ട. കഷ്ടം അനുഭവിക്കുന്ന വരം ആർക്കും വേണ്ട, സുഖിക്കുന്ന വരം മാത്രം മതി. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഇതിലോട്ട്, അതാണ് അത് ദൈവം തന്നെ വച്ചതാകുന്നു. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ആഗ്രഹിക്കുക. കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത ഇതിനകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അവരെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ അത് മറ്റൊരു യേശുവിൻ്റെ ആളുകളായിട്ട് അങ്ങ് അവരെ ദൈവം ഒതുക്കി വിട്ടിട്ടുണ്ട്. ഇനി തെസ്സലോനിക്ക ലേഖനത്തിൽ വരുമ്പോൾ അവിടെ എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത് നോക്കാം. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഒരു വിധേനയും നിങ്ങളെ ചതിക്കരുത്. കാര്യം ചതിവിൻ്റെ ഒരു മേഖലയാണിത്. പിശാച് ആരിൽ കൂടെ വേണമെങ്കിലും ആരെയും ചതിക്കാം. നമുക്ക് തന്നെ അറിയാം, ആദ്യം ദൈവത്തിൻ്റെ സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ച അതേ മനുഷ്യരെ വഞ്ചിച്ചവനാണ് പിശാച്. അപ്പോൾ അവരെ വഞ്ചിക്കാമെങ്കിൽ നമ്മളെ വഞ്ചിക്കാൻ വലിയ പാടുണ്ടോ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ആരും ഒരു വിധേനയും നിങ്ങളെ ചതിക്കരുത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവൻ്റെ വേല തന്നെയാണിത്. അവൻ്റെ വേല, അവൻ അത്ഭുതങ്ങളും, ഇന്ന് ആളുകളെല്ലാം അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെയും പുറകെ ഓടുകയാണ്. നേരെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് ആരും ഉണ്ടാകില്ല. വചനം കേൾക്കാൻ ആർക്കും വേണ്ട. അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെയുണ്ട്? അത് ഇതാ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. അത്ഭുതങ്ങളും അടയാളവും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതാര്? ദൈവവും ചെയ്യും. പക്ഷേ ദൈവം വിശുദ്ധന്മാരിലൂടെ ചെയ്യൂ, തൻ്റെ വചനം അനുസരിക്കുന്നവരിലൂടെ ചെയ്യൂ. അങ്ങനെയുള്ളവർക്ക് കൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളിന്ന് കാണുന്നതെല്ലാം ഈ ശക്തിയാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇവർക്കാർക്കും സത്യവചനം വേണ്ട, സത്യം വേണ്ട, വചനം വേണ്ട, ദൈവത്തിൻ്റെ പ്രമാണം വേണ്ട. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിൻ്റെ പോഷ്ക്ക് വിശ്വസിക്കുമാറ്, ദൈവത്തിൻ്റെ സത്യം വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് ദൈവം വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതുതന്നെയാണ് നമ്മൾ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത്. ഇനി യോഹന്നാനിലൂടെ ദൈവം എന്താണ് അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയതെന്ന് നോക്കാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷക്കാരിൽ ബഹുഭൂരിപക്ഷവും കൊടിയ ചെന്നായ്ക്കളും സ്വന്തം വയറ്റിനെ ദൈവമാക്കിയവരും നേർവഴി തെറ്റി അനീതിയുടെ കൂലി കൊതിച്ച ബിലേമും ആയിപ്പോയത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അഴിച്ചു വിട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം നമുക്ക് പലപ്പോഴും ദോഷം ചെയ്യുന്നു. ദൈവം സ്വതന്ത്രമായിട്ട് നമ്മളെ സൃഷ്ടിച്ചു, എന്നാൽ നമ്മൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു. ആ സ്വാതന്ത്ര്യം
പിശാചിന് അടിയറവ് വെച്ച് നമ്മൾ ഇന്ന് അവൻ നമ്മെ ഭരിക്കുന്നു. അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അവൻ നമ്മളെ ഉപയോഗിക്കുന്നു. ഇനിയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയുക. കാര്യം നമുക്ക് ശിക്ഷ വരാത്തതിൻ്റെ കാര്യം, നമ്മൾ ഇത്രയെല്ലാം വചനം ലംഘിച്ചിട്ടും ശിക്ഷ വരാത്തതിൻ്റെ കാര്യം ഇതാണ്. വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് ലേഖന ഭാഗങ്ങളിലും എല്ലാം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി അവരെ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ എന്ന് പറഞ്ഞാൽ വലിയ സമ്മാനം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം വച്ചിട്ടുണ്ട്. അത് ആർക്കുമാകാം, എനിക്കുമാകാം, ആർക്ക് വേണമെങ്കിലാകാം. നമ്മൾ ഇനിയെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുക. അത് അല്ല എങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഇതുവരെ ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തക പ്രകാരം ശരിയാണെന്ന് ഉത്തമ ബോധ്യമുള്ളവർക്ക് ഇത് മറ്റു ഭാഷക്കാരെയും കേൾപ്പിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും.